ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റിൻ്റെ ട്രയലാണ്. അതും മൈൻക്രാഫ്റ്റ് ശരിക്കത്തെ മൈൻക്രാഫ്റ്റ് കളിക്കണമെങ്കിൽ 29 പൈസയും കൊടുക്കേണ്ടി വരും. പൈസ അല്ലേ, രൂപ. അപ്പോൾ അത്ര രൂപ ഇല്ലാത്തതിനാൽ ഞാനിപ്പോൾ മൈൻക്രാഫ്റ്റ് ട്രയലാണ് കളിക്കണത്. അതുകൊണ്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറയുന്നു. അപ്പോൾ നമ്മളെ MR ബോയ് ആണ് മൈൻക്രാഫ്റ്റ് കളിക്കുമോ എന്ന കമൻ്റ് ഇട്ടത്. അപ്പോൾ MR ബോയ് പറഞ്ഞാൽ ചെയ്യാതിരിക്കില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ കമൻ്റ് ഇട്ടാൽ നമുക്ക് ഓരോ ഗെയിം പ്ലേൻ്റെ കണ്ടൻറ്റ് കിട്ടും. അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോയിട്ട് നെക്സ്റ്റ് ഗെയിം പ്ലേ ഇങ്ങനെ ഇടണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാം ഒരു 10 ലൈക്കാണ് ഇന്നത്തെ ടാർഗറ്റ്. 10 ലൈക്ക് കിടക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മളങ്ങനെ മൈൻക്രാഫ്റ്റിലേക്ക് കടന്നിട്ടുണ്ട്, കളിയിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ ചതുര ലോകമാണ് ഫുള്ള്, എന്താ പറയുക, ചതുരലോകം, ചതുരക്കട്ട അതും പറയാം. ഓക്കെ, അങ്ങനെ നമ്മളൊന്ന് സർവൈവിൽ നിന്നാണ് മോഡ് എടുത്തിക്കണേ. ഡിഫിക്കൽട്ട് സർവൈവാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ഞാൻ മുമ്പിലൊരു ഗ്രാമം കണ്ട്, അങ്ങനെ ഞാൻ ഗ്രാമത്തിലെത്തിയിട്ടുണ്ട്. അതായത് ഈ ബിൽഡിംഗ് ഒന്ന് കയറി നോക്കാം. ഓക്കെ, ഇതിലെന്തല്ല പരീക്ഷണമൊക്കെ നടക്കണ്ട, എക്സ്പെരിമെൻറ്റ് നോക്കി നോക്കട്ടെ. ഓക്കെ, പരീക്ഷണമൊന്നും നടക്കണേ വെറുതെ. പിന്നെ എന്തിനാ പുക ഉണ്ടായ. പിന്നെ ഇവിടെ എന്തല്ലേ, ഇവിടെ ഒന്നുമില്ല. പിന്നെയും മേലൊക്കെ പോവാം. ഇവിടെയും ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. നമുക്ക് പോവാം. ഇവിടെ നിൽക്കണ്ട, അധികം നിൽക്കണ്ട, നിന്നാലും ബോറടിക്കും. ഇനി നമുക്ക് ഈ വീട് നോക്കി നോക്കും. ഈ വീടിൽ എന്തല്ല ബെഡുണ്ട്, പിന്നെ ഒരു വൈക്കോലുണ്ട്, പിന്നെ സ്റ്റെപ്പ് ഉണ്ടല്ലോ, അല്ലെ ലാഡറുണ്ട്. അയ്യോ, നമ്മുടെ ഹെൽത്ത് പോയി. ഓക്കെ, നമ്മളങ്ങനെ ഇവിടെ വന്ന് ഇവിടെയും പോയി. അപ്പുറത്തെ ടെറസാണ്. അങ്ങനെ ബെഡിൽ അങ്ങനെ ചാടി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. കാരണം 200 സബ് നമ്മുടെ ചാനലിൽ 200 സബ് ഫാമിലി ആയിട്ടുണ്ട്. അപ്പോൾ 200 സബിലേക്ക് കിടന്ന എല്ലാവർക്കും നന്ദി. അങ്ങനെ 200 സബ് എന്തായാലും നമ്മുടെ ടാർഗറ്റ് ഇതോടെ കഴിഞ്ഞു. ഇനി നമ്മൾ 300 സബ്ബാണ്. അപ്പോൾ 300 സബിലേക്ക് എല്ലാവരും എത്തിക്കാൻ ശ്രമിക്കണം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ വേറെ ഒന്നും പറയണില്ല. ഓക്കെ, ഇവിടെ എന്തുണ്ടല്ലോ, റോട്ടം ഫിഷ്, അതൊക്കെ ചെസ്റ്റിലെടുത്ത് വെക്കാം. ഇനി അടുത്തത് പോവാം. ഇനി നമ്മുടെ കയ്യിലൊന്നുമില്ല. ഇനി എടുക്കാൻ പോവാം. ബാക്കിൽ പോവാം. പിന്നെ ബാക്കിലൊന്നുമില്ല. ഇനി ഓക്കെ, ഇവിടെ എന്തല്ലേ, എന്നാൽ ചാടി നോക്കിയില്ല. നമുക്ക് ചാടാൻ പറ്റിയില്ല. നമുക്ക് അങ്ങനെ ഹെൽത്ത് കുറച്ച് പോയി. എന്നാലും നമ്മളെ ഹെൽത്ത് എന്താ പറയുക, ലോഡാവുന്നുണ്ട്. ഇനി ഇവിടെ നോക്കി വെക്കാം. ഇവിടെ ഒന്നുമില്ല. ഇവിടെ 2 വീട്ടിലും കിടക്കാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ഫാമിംഗ് ഒക്കെ ഇട്ടുണ്ട്. ഫാമിംഗ് ഉണ്ട്, പന്നി വളർത്തലൊക്കെ ഉണ്ട്. ഇനി നമുക്ക് മേലോട്ട് പോവാം. ഓക്കെ, മേലെ വന്നാൽ എന്താണ്, ഇതുണ്ടല്ലേ, കൃഷിയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് എന്താ പറയുക, 1000 വ്യൂസ് കിടക്കാൻ ഉറപ്പില്ല, അറിയില്ല. അപ്പോൾ എന്നാൽ മൈൻക്രാഫ്റ്റിൻ്റെ ഇത് തുടങ്ങാൻ പോവുകയാണ് എപ്പിസോഡായിട്ട്. അപ്പോൾ പാർട്ട് 1 പാർട്ട് 2 ഉണ്ടാവും. ഓക്കെ, ഓക്ക് പ്ലാങ്ക് നമുക്ക് വേണം ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാൻ. അങ്ങനെ നമ്മൾ മരം കളക്ട് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ മരം ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൈ കൊണ്ടാകുമ്പോൾ പെട്ടെന്ന് കിട്ടണില്ല, എന്താ പറയാം, ശക്തിയില്ല. അതിനായി നമുക്ക് കുറച്ച് മരം വേണ്ടി വരും. അതും വെപ്പൺ ഉണ്ടാക്കാൻ നമുക്ക് കോടാലി ആവശ്യമാണ് മരം വെട്ടാൻ. നിങ്ങൾക്കറിയാമല്ലോ, മരം വെട്ടാൻ കോടാലി വേണമെന്ന്. ഇപ്പോൾ മെഷീനൊക്കെ ആയിട്ടാണ്, പക്ഷെ പണ്ട് കാലത്ത് കോടാലി എന്ന് എനിക്ക് കിട്ടിയ വിവരം. ഓക്കെ, നമുക്ക് ഓക്ക് പ്ലാങ്ക്സ് ഉണ്ടാക്കാം. നമ്മൾ മരം ക്രാഫ്റ്റ് ചെയ്തിട്ട് ഓക്ക് പ്ലാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ പറയുക, കോടാലി ഉണ്ടാക്കണം. അതിന് സ്റ്റിക്ക് വേണം. പക്ഷെ സ്റ്റിക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയിരുന്നോ എനിക്ക് ഉറപ്പില്ല, എനിക്ക് ഓർമ്മയില്ല. ഇനി കോടാലി എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം. അതിനായി നമുക്ക് കുറച്ച് സ്റ്റിക്ക് ആവശ്യമുണ്ട്. നമുക്ക് ഓക്ക് പ്ലാങ്കാണ് വേണ്ടത്. ഇനി നമുക്ക് ഓക്ക് പ്ലാങ്ക് എടുത്ത് ക്രാഫ്റ്റ് ചെയ്യണം. നമ്മൾ ചെസ്റ്റിലല്ലോ ഓക്ക് പ്ലാങ്ക് ഉണ്ടായിരുന്നത്, ചെസ്റ്റിലില്ല. ഇതെന്താണ്, ഓക്ക് വുഡ് വേണ്ട, ഓക്ക് പ്ലാങ്കാണ് വേണ്ടത്. ഇതെന്താ ഉണ്ടാക്കാൻ പറ്റാത്തത്? ഓക്കെ, നമ്മുടെ ക്യാരക്ടർ ഒന്ന് നോക്കുക. ഇതാണ് കേട്ടോ നമ്മളെ ക്യാരക്ടർ.
നമ്മുടെ ക്യാരക്ടറിൻ്റെ പേര് സണ്ണി എന്നാണ്, പക്ഷെ എൻ്റെ പേര് നിഹാദ് എന്നാണ്. അതുകൊണ്ട് സണ്ണി എന്ന് വിളിച്ചോ. ഓക്കെ, നമുക്ക് കുറച്ച് ഓക്ക് പ്ലാങ്ക് കിട്ടി, പിന്നെ ഒരു സ്റ്റിക്കും കിട്ടി. ഇനി അടുത്തത് നമുക്ക് കോടാലി ഉണ്ടാക്കാൻ കഴിയും. ഇതെന്താ ഉണ്ടാക്കാൻ പറ്റാത്ത? ഓക്കെ, 3 ഓക്ക് പ്ലാങ്ക് വേണ്ടി വരും. കുറച്ച് ഓക്ക് ലോഗ് എടുത്ത് ഞാൻ കുറച്ചും കൂടി ഉണ്ടാക്കാം. അങ്ങനെ നമ്മൾ ഒരു 10 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. 2 എണ്ണം ഉണ്ടാക്കിയെന്ന് കേട്ടോ കോടാലി. 2 എണ്ണം ആവശ്യം വന്നാലോ ഒരെണ്ണം നമുക്ക് ചെസ്റ്റിൽ വെക്കാം, പിന്നെ ബാക്കിയല്ല നമുക്ക് എന്താ പറയുക ചെസ്റ്റിൽ വെക്കാം. ഇനി നമുക്ക് ഒരു കോടാലിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഇനി 50 വുഡെങ്കിലും നമുക്ക് കളക്ട് ചെയ്യണം ഈ ഗെയിം കളിക്കാൻ. അങ്ങനെ നമ്മൾ കിടന്നുറങ്ങിയിട്ടുണ്ടായ വുഡ് നമ്മൾ 3 എണ്ണമാണ് കളക്ട് ചെയ്തത്. 50 എണ്ണമാണ് പറഞ്ഞത്, പക്ഷേ കളക്ട് ചെയ്തപ്പോഴേക്കും രാത്രി. പിന്നെ കുറച്ചും കൂടി കളക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ന്യൂ റെസിപ്പി. എന്ത് കേക്കാ? ഇതെന്താ മുട്ട? എന്താ എഗ്ഗ് ഉണ്ടല്ലോ ഇവിടെ. ഇനി അടുത്തത് എന്ത് ചെയ്യും? ഓക്കെ, ഈ എഗ്ഗ് എന്ത് ചെയ്യാൻ പറ്റുക? എറിയാൻ പറ്റുമോ? ഓ, നമ്മൾ എറിഞ്ഞിട്ടാ. ഇനി അടുത്തത് എന്ത് ചെയ്യും? ഓക്കെ, നമുക്ക് ഇതിൻ്റെ സീരീസ് ഉണ്ടാവും കേട്ടോ. ഞാൻ എന്താ പറയുക പ്ലേലിസ്റ്റിൽ മൈൻക്രാഫ്റ്റ് ഒരു പ്ലേലിസ്റ്റ് തുടങ്ങും. പിന്നെ അതിലൂടെയാവും നമ്മുടെ എപ്പിസോഡൊക്കെ അപ്ലോഡ് ആവുക. അപ്പോൾ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ കാണണമെങ്കിൽ ആ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ മതി. കേക്ക് ഉണ്ടാക്കാൻ കുറേ സാധനം വേണം. അത്ര സാധനമൊന്നുമില്ല എൻ്റെ അടുത്ത് വുഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ക്രാഫ്റ്റിംഗ് ടേബിൾ ഒന്ന് എടുത്തേക്കാം, കാരണം ആവശ്യം വരും. ഇനി അടുത്തത് അടിയിലോട്ട് പോകാം. MR ബോയ് അല്ലാതെ വേറെ ആർക്കെങ്കിലും കുറേ ആൾക്കാർക്കൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് ഗെയിം പ്ലേ ഏതൊക്കെയാണെന്ന്. അതും വിചാരിച്ച് MR ബോയ് മാത്രം കമൻറ്റ് ചെയ്യേണ്ടതെന്നല്ല ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ MR ബോയ് കമൻറ്റ് ചെയ്താൽ ഞാൻ ആ ഗെയിം കളിക്കും. ഹൊറർ ഗെയിംസൊക്കെ പറഞ്ഞാൽ മാക്സിമം ശ്രമിക്കും. ഇനി ഈ ക്രാഫ്റ്റിൻ്റെ ഗെയിമില്ലേ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമുക്ക് റാഫ്റ്റ് എന്താ പറയുക, റാഫ്റ്റ് കുറേ ഗെയിമേഴ്സൊക്കെ കളിച്ചിട്ടുണ്ട്. അതിൽ ഒരു എന്താ പറയുക ന്യൂ മാസ്റ്ററിൻ്റെ വീഡിയോ കണ്ടവർക്കൊക്കെ എല്ലാവർക്കും അറിയാം. അവസാനം എന്തോ ഒരു എൻഡിങ്ങാണ് സംഭവിക്കുക, പക്ഷെ എനിക്കിപ്പോൾ മറന്നുപോയി. ഇനി അടുത്തത് നമുക്ക് ഇനി എന്താ ചെയ്യാം? ഇനി ഓക്കെ, പിക്കാക്സ് ഉണ്ട് ഇപ്പോൾ. അയ്യോ, 2 സ്റ്റിക്ക് വേണം പിക്കാക്സ് ഉണ്ടാക്കാൻ. നമ്മളിപ്പോൾ സ്റ്റോൺ കളക്ട് ചെയ്യാൻ പോകണം കേട്ടോ. അതിന് 2 പിക്കാക്സ് എന്തായാലും ആവശ്യം വരും. കാരണം വുഡിൻ്റെ പിക്കാക്സ് എന്തായാലും എന്താ പറയുക ബലം ഉണ്ടാവില്ല. അപ്പോൾ കല്ലിൻ്റെ അടുത്ത് ആകുമ്പോൾ ഇതിനേക്കാളും ശക്തി വുഡ് കല്ലിനാവും. അങ്ങനെ നമുക്ക് 2 പിക്കാക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഒന്ന് നമ്മുടെ അടുത്തേക്ക് ഇൻവെൻട്രിയിൽ നിറക്കാം. എന്നിട്ട് നമ്മൾ പിക്കാക്സ് ആയിട്ട് എല്ലാം തുറക്കാം. നമുക്ക് മൈനിങ് നടത്താം. മൈനിങ് ഇതല്ലല്ലോ. ഓക്കെ, എനിക്കറിയില്ല കേട്ടോ മൈനിങ്ങിനെ പറ്റി. അങ്ങനെ നമ്മൾ മൈനിങ് ചെയ്തതാണ് കേട്ടോ അത്. കുറേ കല്ലെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടംപോലെ കല്ലുണ്ട്. ഇനി നമുക്ക് ഇഷ്ടംപോലെ സ്റ്റോണിൻ്റെ വെപ്പൺസ് ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ ക്രാഫ്റ്റിംഗ് ടേബിൾ വേണം സ്റ്റോണിൻ്റെ വെപ്പൺസ് ഉണ്ടാക്കാൻ. ഇനി സ്റ്റോണൊക്കെ എടുത്തേക്കട്ടെ, ആവശ്യം വരുമ്പോൾ എടുത്താൽ മതി. അങ്ങനെ പിക്കാസൊക്കെ എടുത്തുവെച്ച് ഇനി അടുത്തത് എന്ത് ചെയ്യുന്നതെന്ന് ഞാൻ ആലോചിക്കട്ടെ. അങ്ങനെ മൈൻക്രാഫ്റ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ടീച്ചർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. മൈൻക്രാഫ്റ്റിൻ്റെ ട്രയലാണ് ഇട്ട. ട്രയലായി നമുക്ക് ഫ്രീ ആയിട്ട് കളിക്കാൻ കഴിയും, കാരണം പൈസ ഒന്നും കൊടുക്കണ്ട. പക്ഷേ മൈൻക്രാഫ്റ്റിൻ്റെ ഒറിജിനലിന് 29 പൈസ അല്ല രൂപ കൊടുത്തിട്ട് നമ്മൾ പൈസ കളയണം. പക്ഷേ എൻ്റെ അടുത്ത് പൈസ ഇല്ല. പൈസ ഉണ്ടായിട്ട് വേണ്ട കളയാൻ. അപ്പോൾ നിങ്ങൾ എന്നെ പൈസക്കാരനാക്കുമോ? ആക്കണ്ട, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ ചാനലിൽ ആദ്യമായി വരുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്താ പറയുക ലൈക്ക് ചെയ്യണം. 10 ലൈക്കാണ് നമ്മൾ ഇന്നത്തെ ടാർഗറ്റ്. 10 ലൈക്കിൻ്റെ അപ്പുറത്തായാലും കുഴപ്പമൊന്നും കേട്ടോ. അതന്നെ ആവണമെന്നില്ല. നിങ്ങൾക്ക് 20, 30, 100 വരെ ലൈക്ക് ചെയ്യാൻ കഴിയും. മാക്സിമം 100 വരെ എത്തിക്കാൻ നോക്കുക. അപ്പോൾ നമ്മളങ്ങനെ സ്റ്റോണിൻ്റെ ഇഷ്ടംപോലെ വെപ്പൺസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് നമ്മളെ ഇൻവെൻട്രിയിൽ വെക്കാം.
ഇനി എന്ത് ചെയ്യും? ഓക്കെ, നമുക്ക് പന്നീനൊന്ന് വെട്ടി വെക്കാം. ഏത് വെപ്പൺ ടെസ്റ്റാണ് കേട്ടോ. നമുക്ക് പോർക്ക് കിട്ടുമോ നോക്കാം. ഓക്കെ, ഓ നമുക്ക് പോർക്ക് കിട്ടിയേട്ടാ. പന്നിയിറച്ചിനെയാണ് പോർക്ക് എന്ന് പറയാം. ഓക്കെ, ഇതെന്താ പോർക്ക് എടുക്കാൻ പറ്റണിയല്ല? പിന്നെന്താ, നമുക്ക് ഒടിച്ചു കളയാം. അല്ല പിന്നെ നമ്മൾ പന്നിയിറച്ചി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പന്നിയിറച്ചി കറി വെക്കണം. കറി ഒന്നും വെക്കണ്ട. ഇനി നമുക്ക് വെറുതെ ഒന്ന് ആവശ്യത്തിന് വെച്ചത് അതൊക്കെ പറിച്ചെടുക്കാം. മറ്റുള്ള എൻ്റെ കൃഷിയാണ്, പക്ഷേ എടുക്കുന്നത് തെറ്റല്ല. പക്ഷെ ഇത് ഗെയിം ആയതുകൊണ്ട് ഞാൻ എടുത്തു. ഗെയിമിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ റിയൽ ലൈഫിൽ ഇതൊന്നും ചെയ്യില്ല, കുറ്റകരമാവും. കുറ്റമല്ല, കർഷകൻ്റെ അടുത്ത് നല്ല തല്ലും കിട്ടും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടാർഗറ്റ്, നമ്മളിപ്പോൾ സബ് എത്ര സബ്ബാണെന്ന് പറഞ്ഞാൽ 300 സബ്ബാണ്. 300 സബ്ബ് എത്തിക്കുമോ? നിങ്ങളിപ്പോൾ 200 സബ്ബിൽ എത്തിച്ചില്ലേ? ഇനി എനിക്ക് കുഴപ്പമൊന്നുമില്ല. 300ഒക്കെ പുഷ്പം പോലെ കയറൂലേ? അപ്പം ഇതിൻ്റെ പാർട്ട് വീഡിയോ ഒക്കെ ഉണ്ടാവും കേട്ടോ. ഞാൻ ചതിക്കൊന്നും ചെയ്യാം. ഇനി നമുക്ക് എന്താ ചെയ്യാം? ഓക്കെ, ഇനി നമുക്ക് വെറുതെ കറങ്ങി നടക്കാം. അവിടെ ഇന്നത്തെ വീഡിയോ അങ്ങനെ വൈൻഡപ്പ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എത്ര വട്ടം പറയണത്? വെറുപ്പിക്കല്ല, വെറുപ്പിക്കണി.